കഥയുടെ തുടക്കത്തിൽ ഒരു ഡോക്ടറെ കാണിക്കുന്നുണ്ട്. അയാളുടെ ലാബിലായിട്ട് കുറെ വികൃതമായ പല്ലുകളെയും കാണിക്കുന്നുണ്ട്. ഈ ഡോക്ടർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തൊട്ടടുത്ത് കിടക്കുന്ന പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഒരു ഇഞ്ചക്ഷൻ ചെയ്യാൻ പോവുകയാണ്. എന്നാൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്ന ആ ടൈമിൽ തന്നെ അവിടെ കുറെ പട്ടാളക്കാരും ഓഫീസേഴ്സും വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഇതുപോലുള്ള പരീക്ഷണമൊന്നും ഇവിടെ നടത്താൻ പറ്റില്ല, ഞങ്ങൾ ഇതിനൊന്നും ഒരു തരത്തിലുള്ള പെർമിഷനും തരില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതേ സമയത്ത് തന്നെ ഡോക്ടർ പറയുകയാണ്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ തടുക്കരുത്, എന്റെ മകളെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. എന്നാൽ ഡോക്ടർ ഇതൊന്നും കേൾക്കാതെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്ന ആ സമയത്ത് തന്നെ ഒരു പട്ടാളക്കാരൻ അയാളുടെ ഷോൾഡറിലേക്ക് വെടിവെക്കുകയാണ്. ഇതേ സമയം തന്നെ ലോകം മുഴുവനും ഭൂമികുലുക്കം സംഭവിക്കുകയാണ്. ബിൽഡിംഗ് ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നുണ്ട്. ലോകം മുഴുവനും നാശം വിതയ്ക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ പട്ടാളക്കാർ ഡോക്ടറെ നോക്കുവോ? ഇല്ല, അയാളെ വിട്ടിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. ഈ ഡോക്ടർ ആണെങ്കിൽ പിന്നെയും എഴുന്നേറ്റ് ഇഞ്ചക്ഷൻ ചെയ്യാൻ പോവുകയാണ്. ആ സമയത്ത് തന്നെ ഒരു കോൺക്രീറ്റ് അടന്ന് അയാളുടെ മേലേക്ക് വീഴുകയാണ്. ലോകത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് വളരെയധികം മോശമാണ്. പല ഭാഗത്തായിട്ട് ഇടിഞ്ഞു വീണ് നാശകോശമായി കിടക്കുന്ന ഒരുപാട് ബിൽഡിങ്ങുകൾ, പലതിന്റെയും ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥ നമ്മളെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലായി കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും വലിയ പ്രശ്നം എന്നത് വെള്ളമില്ലായ്മയാണ്.